ഈ സാംസ്കാരിക സദസ്സ് എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലത്തും നമ്മളിപ്പോൾ ഇപ്പോൾ കലശം പോലെയുള്ള ഇങ്ങനെ ചടങ്ങ് നടക്കുകയാണെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയ പരിപാടികൾ നടക്കുകയാണെങ്കിൽ എവിടെയും ഒരു സാംസ്കാരിക സദസ്സ് ഉണ്ടാവും. ഇത് ഈ സാംസ്കാരികം എന്ന വാക്കിന് സംസ്കാരം ഒക്കെ ഉണ്ടെങ്കിലും സംസ്കാരം എന്നൊക്കെ സാംസ്കാരിക സദസ്സ് എന്ന ഈ നമ്മളിപ്പോൾ പറയുമല്ലോ, ഇത് സംസ്കാരം എന്നതിൻ്റെ ഇംഗ്ലീഷ് കൾച്ചർ എന്നാണ്. നമ്മളൊരു സാധനം എണ്ണയൊക്കെ ആണെങ്കിലും കൾച്ചർ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. കൾച്ചർ ചെയ്ത് എടുക്കുക, ശുദ്ധീകരിക്കുക എന്നാണ്. അപ്പോൾ ഓരോ സാംസ്കാരിക സദസ്സിൻ്റെയും ഉദ്ദേശം എന്ന് പറയുന്നത് അത് ശുദ്ധീകരിച്ച് എടുക്കുക എന്നുള്ളതാണ്. ഓരോ മനുഷ്യൻ്റെ മനസ്സുകളെയും ഓരോരുത്തരെയും അതങ്ങനെയുള്ള ധർമ്മം എല്ലാ സാംസ്കാരിക സദസ്സും നിർവഹിക്കുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ അവിടെ ചേർന്നിരിക്കുന്നവരെ, അത് സദസ്സെന്നോ വേദിയെന്നോ ഭേദമില്ലാതെ ആ മനുഷ്യരെ ശുദ്ധീകരിച്ചെടുക്കുക, അവരുടെ മനസ്സിൽ സ്നേഹമുണ്ടാക്കുക, ഒരു മമതയുണ്ടാക്കുക, അവരെ മനുഷ്യത്വമുണ്ടാക്കുക എന്നൊക്കെയുള്ള വിശാലമായിട്ടുള്ള അർത്ഥമാണ് സാംസ്കാരിക സദസ്സിന്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട്, ഈ സാംസ്കാരിക സദസ്സിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് കലാപരിപാടികളായിരിക്കും അല്ലേ? നമ്മളൊക്കെ കാണാൻ വരുന്നത് ഇവിടെ ഇപ്പോൾ തുടക്കത്തിൽ ഈ കുട്ടികൾ ലിസ്റ്റ് വായിച്ചതിലും ഒരുപാട് കലാപരിപാടികളുണ്ട്. ഗോപിയാശാൻ വരുന്നുണ്ട്, ചിത്ര ചേച്ചി വരുന്നുണ്ട്, മീര രാമമോഹൻ്റെ പ്രോഗ്രാമുണ്ട്, മണികണ്ഠൻ അയ്യപ്പ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പേര്, ഇപ്പോൾ അമ്പലപ്പുഴ വിജയകുമാർ ഇവിടെ ഉണ്ട്. അങ്ങനെ നിരവധി ഗായകരും കലാകാരന്മാരും, TG രവിയേട്ടൻ ഒരു ദിവസം വരുന്നുണ്ട്. അങ്ങനെ നിരവധി കലാകാരന്മാർ വന്ന ഒരു പ്രോഗ്രാമാണ്. ഈ കലയ്ക്ക് അങ്ങനെ ഒരു മിടുക്കുണ്ട്. കല ഒരു നാടകം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ ഒരു ഡാൻസ് കണ്ടു കഴിഞ്ഞാൽ, പാട്ട് കേട്ട് കഴിഞ്ഞാൽ എന്തായാലും ഈ കലയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോൾ വാദ്യകലാകാരന്മാരുണ്ട്, എന്ത് കണ്ടു കഴിഞ്ഞാൽ ഈ കലയ്ക്ക് നമ്മളെ അതിലേക്ക് പിടിച്ചു നിർത്താൻ പറ്റും. ഈ പ്രസംഗത്തിനോ മറ്റെന്ത് കാര്യത്തിനേക്കാട്ടിലും അധികം കലയ്ക്ക് നമ്മളെ പിടിച്ചു നിർത്താനും നമ്മളുടെ മനസ്സിനെ പല ചിന്തയിലുള്ള ആളുകളെയൊക്കെ ഒന്നിച്ച് ചേർക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇത്തരം സാംസ്കാരിക വേദികളിൽ ഒരു ഉപാസന പോലെയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനോ ഒക്കെ ആയിട്ട് ഈ കലാപ്രകടനങ്ങൾ നടക്കുന്നത്. അതിലെനിക്ക് എപ്പോഴും അസൂയ തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇവിടെ ഇരിക്കുന്ന ഈ 3-4 ആൾക്കാരോട് എനിക്ക് അതുകൊണ്ട് തന്നെയാണ് കടുത്ത അസൂയ. ഈ കലാകാരന്മാരിൽ ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ കോളേജിൽ പഠിച്ചവർ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു 4 ആൾ കൂടുന്ന സ്ഥലത്ത് ഏറ്റവും കയ്യടി വാങ്ങിക്കൊണ്ടുവന്നവർ, തമാശ പറയുന്നവരൊക്കെ ഉണ്ടാവിലും പാട്ട് പാടുന്നവരാ അല്ലേ? ഗായകന്മാർക്ക് നമുക്ക് ഒരു വല്ലാത്ത ഇതുണ്ട്. അവരൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാം മറന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഇരുന്ന് പോവും. അതുകൊണ്ട് തന്നെ സത്യസന്ധമായിട്ട് പറയട്ടെ, അഖിലിനോടും സന്നിധാനന്ദനോടും അമ്പലപ്പുഴ വിജയകുമാറിനോടും ഒക്കെ അസൂയുണ്ട്. ചിത്ര ചേച്ചിയോട് നമുക്ക് അസൂയപ്പെടാൻ പറ്റില്ല, ആദരവുണ്ട്. അതുപോലെ ഇവിടെ പാടുന്ന ആളുകളോടൊക്കെ നമുക്ക് അസൂയ തോന്നും. കാരണം അതിലും വലിയൊരു സിദ്ധിയില്ല തോന്നും. ഈ തൊണ്ടയിൽ നിന്നാണ് ഇവരുടെ സപ്തസ്വരങ്ങൾ വന്നിട്ട് പാടാനറിയാത്തതിൻ്റെ, മറ്റേ പണ്ട് മമ്മൂട്ടി ഒരു സിനിമയിൽ പറഞ്ഞ പോലെ തോറ്റവൻ്റെ ബുദ്ധിമുട്ട് തോറ്റവനെ അറിയൂ പുണ്യാള എന്ന് പറഞ്ഞ പോലെ, പാടാനറിയാത്തവൻ്റെ ബുദ്ധിമുട്ട് പാടാനറിയാത്തവന് തന്നെ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു തൊണ്ടയിൽ നിന്നാണ് ഈ സപ്തസ്വരങ്ങളൊക്കെ ഇവർ പാടുമ്പോൾ വരുന്നത്. ഒരു പാട്ട് നമ്മളെ ചേർത്തിരുത്തുന്നത് കുറേ സപ്തസ്വരങ്ങൾ ഇങ്ങനെ ചേർന്ന സാ രി ഗ മ പ ധ നി സ എന്ന് പറയുന്ന സപ്തസ്വരങ്ങൾ പല രീതിയിൽ ചേർത്തിട്ടാണ്. അഖില് പാടിയ പാട്ടിന് ഒരു രാഗം വരുന്നു, സന്നി പാടുമ്പോൾ വേറൊരു രാഗത്തിൽ ആകുമ്പോൾ അങ്ങനെ. അപ്പം ഇത് ഈ പാട്ടുകളെ ഇങ്ങനെ പല രീതിയിൽ സപ്തസ്വരങ്ങളെ ചേർത്ത് വെക്കണോണ്ടാണ് അതിനോട് ഇഷ്ടം തോന്നുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഈ സപ്തസ്വരങ്ങൾ നമുക്ക് ചേർത്ത് വെച്ച പാട്ട് നമുക്ക് ഇഷ്ടമാവാൻ എന്താണ് കാരണം? വേറെ ഏത് കലയെക്കാട്ടിലും അധികം പറയുമ്പോൾ സപ്തസ്വരങ്ങളൊക്കെ ഓരോ വ്യക്തികളാണെന്ന് വിചാരിക്കുക. സാ രി ഗ മ പ ധ നി സ. ഇതിനൊക്കെ പലതരം, ഇപ്പോൾ സാ എന്ന് പറയുന്നത് മിഡിൽ ഒക്ടേവിലാണെങ്കിൽ, മധ്യസ്ഥായിലാണെങ്കിൽ സായിക്ക് 240 ഹെർട്സ് ആവും, അടുത്തതിന് 280 ആവും. അങ്ങനെ പല രീതിയിലുള്ള ആവൃത്തി ഫ്രീക്വൻസിയിലാണ് ഓരോ സപ്തസ്വരങ്ങളും.
അതൊക്കെ ഓരോ ആളുകളാണ്. ഇവിടെ ഇരിക്കുന്ന പല സ്വഭാവത്തിലുള്ള, പല രീതിയിലുള്ള, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ പലതരത്തിലുള്ള ബുദ്ധി, പലതരത്തിലുള്ള തൊഴിൽ ചെയ്യുന്നവർ, പലതരത്തിലുള്ള അക്കാഡമിക് ഇതുള്ളവർ, സമ്പത്തിൻ്റെ കാര്യത്തിൽ പലതിലുള്ളവർ, കായിക ശേഷി പല രീതിയിലുള്ള, അങ്ങനെ പല ആളുകളുണ്ടാവും. ഇങ്ങനെ പല രൂപത്തിലുള്ള 7 വ്യക്തികൾ തന്നെയാണ് ഈ സപ്തസ്വരങ്ങൾ. പക്ഷേ ആ 7 സപ്തസ്വരങ്ങളും ആ 7 വ്യക്തികളും പരസ്പരം ഒരു ഈഗോ ഇല്ലാതെ വേണ്ട സ്ഥലത്ത് ചേർന്നുകൊണ്ട് അവരൊരു ഹാർമണി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ സംഗീതം എന്ന കൂട്ടായ്മ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട പാട്ടായിട്ട് മാറുന്നത്. അപ്പോൾ ആ കൂട്ടായ്മ പോലെ ഇവിടെ പലതരത്തിലുള്ള ആളുകൾ, പല രീതിയിലുള്ളവർ ഇരുന്ന്, അപ്പോൾ അവരുടെയൊക്കെ മനസ്സ് ചേർന്ന് ഒരു ഹാർമണി ആയിട്ട് മാറുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഓരോ യജ്ഞവും ഓരോ കലശവും ഓരോ സാംസ്കാരിക പരിപാടികളും ഒക്കെ ഔന്നത്യത്തിലെത്തിയിരിക്കുന്നത്. നമ്മൾ കാണുന്ന തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 500 1000 ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ സപ്തസ്വരം പോലെ പല സ്വഭാവത്തിലുള്ളവർ അവരുടെ കഴിവുകളൊക്കെ ഇവിടെ സമർപ്പിച്ച് സപ്തസ്വരം പോലെ നിന്ന് ഒരു പാട്ട് പോലെ ഈ കലശത്തിനെ, ഇവിടുത്തെ ഈ 9 ദിവസത്തെ ചടങ്ങുകളെ മനോഹരമാക്കുന്നു എന്നുള്ളതാണ്. ആ പാട്ട്, ആ സംഗീതം നിങ്ങളിൽ എന്നും ഉണ്ടാവട്ടെ, അത് എന്നും തുടരട്ടെ. ഈ കലശം നന്നായിട്ട് വരാനായിട്ട് നിങ്ങളുടെയൊക്കെ മനസ്സ് ചേരട്ടെ. അതോടൊപ്പം തന്നെ ഭഗവതിയുടെ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് ഏറെ വിനയത്തോടെ ഈ ഒരു സാംസ്കാരികോത്സവം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഇലത്താളം തിമില മദ്ദളമിടയ്ക്കയും ചേർന്നു പാട്, കൊമ്പു കുറുകുഴൽ ശംഖുമൻപിനോടോംകാര ശ്രുതി പാട്, നീളയിൽ പൊന്നലകൾ പാട്, തുടിയുലഞ്ഞു കാറ്റിലാടിയ മുളങ്കാടുകൾ പാട്, തുമ്പി കിടാങ്ങൾ പാട്, മണികിലുങ്ങും വില്ലു കെട്ടിയ തുലാവർഷ മുകിലു പാട്, മധുരമാമൊഴിയായ സാക്ഷാൽ കൈരളി പാട്, മധുരമാമൊഴിയായ സാക്ഷാൽ കൈരളി പാട്, കൈരളി പാട്, കൈരളി പാട്. പതിനാല് കൊല്ലം മുമ്പ് കൈപ്പറമ്പക്കാവിലേക്ക് എന്നെ കൊണ്ടുവന്ന പ്രായമായ സന്നിധാനന്ദനും 14 വർഷത്തിന് ശേഷം ഇന്ന് എന്നെ ഇവിടെ കൊണ്ടുവരാൻ കാരണമായ കക്കാട് രാജപ്പന്മാർക്കും പ്രകാശനും മറ്റ് ഇവിടുത്തെ ക്ഷേത്രക്ഷേമ സമിതിയുടെ പ്രവർത്തകർക്കും സർവോപരി കൈപ്പറമ്പുകാവിൽ ഭഗവതിക്കും ഒക്കെ ശിരസ്സുകുനിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.